മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ഉമ്മത്തിന് വേണ്ടി കരയുന്ന അല്ലാഹുവിന്റെ റസൂലിനോട് സഹോദരങ്ങളെ ഇവിടെ പറഞ്ഞവിടെ റബ്ബുൽ ഇസ്സത്തിന്റെ അരികത്ത് പോകുന്നു. പടച്ച റബ്ബേ, നിന്റെ ഹബീബ് കരയുന്നത് ഇതിന് വേണ്ടിയാണ്. തന്റെ ഉമ്മത്തിനെ ഓർത്തുകൊണ്ട് കരയുന്നതാണ്. പരലോകത്തിലെത്തിയാൽ എന്റെ ഉമ്മത്ത് നരകത്തിലേക്കാണോ കടക്കുന്നത്? എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് പറഞ്ഞുകൊണ്ട് കരയുന്നതാണ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആരെപ്പറ്റി കറഞ്ഞിട്ടുണ്ടോ? നിന്റെ മക്കളെപ്പറ്റി കറഞ്ഞിട്ടുണ്ടാകും, നിന്റെ ഭാര്യനെ പറ്റി നീ കറഞ്ഞിട്ടുണ്ടാകും, നിന്റെ പുള്ളിമാരെപ്പറ്റി നീ കറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ആദരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്റെ ഉമ്മത്തിന് വേണ്ടിയാണ്, തന്റെ പാവപ്പെട്ട സമുദായത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അവിടെ കറഞ്ഞു. ധാരധാരയായി കണ്ണീരൊഴുകുന്നു. ആദരമായ ഇരുക്കങ്ങൾക്കുള്ള താടി മുഴുവനും നിറഞ്ഞുപോയി. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടൻ തന്നെ ജിബ്രീലിനെ രണ്ടാമത് പറഞ്ഞയക്കുന്നു. ജിബ്രീൽ എന്ന് പോകണം, മടങ്ങിട്ട് പോകണം, എന്റെ ഹബീബിന്റെ അരികത്തേക്ക് പോകണം. എന്നിട്ട് പറയണം, തന്റെ നബിയോട് പറയണം, ഇന്നാ സനുർദീക ഫീ ഉമ്മതിക വലാ നസൂക അബദാ. ഈ സന്തോഷവർത്തമാനം ബഹുമാനപ്പെട്ട ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണമെന്ന് ആദരവായ ജിബ്രീൽ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും വരുമ്പോൾ കരച്ചിൽ നിർത്തിയില്ല. പൊന്നാര തങ്ങളെ തന്റെ ഉമ്മത്തിനെ കുറിച്ച് ചിന്തിച്ച് കറങ്ങിപ്പോയി. ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടാമത് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തങ്ങൾ കരയേണ്ടതില്ല നബിയേ, തങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞല്ലോ. റബ്ബാണ് പറയുന്നത്. സഹോദരൻ, ഞാനും നിങ്ങൾ എത്ര കറഞ്ഞിട്ടുണ്ട്, ദുനിയാവിൽ എത്ര കറഞ്ഞറവാണ്. മക്കൾ മരിച്ചപ്പോൾ കറഞ്ഞു, ഭാര്യ മരിച്ചപ്പോൾ കറഞ്ഞു, ഉമ്മ മരിച്ചപ്പോൾ കറഞ്ഞു, ഞങ്ങളുടെ അയൽവാസികൾ മരിച്ചപ്പോൾ കറഞ്ഞു, ഞങ്ങളെ ഉസ്താദന്മാർ മരിച്ചപ്പോൾ കറഞ്ഞു. പക്ഷേ ഞങ്ങളെ കറച്ചിൽ നിർത്താമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ജിബ്രീലിനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടോ? കറയണ്ട, നീ കറയേണ്ട ആവശ്യമില്ലാതെ പറഞ്ഞിട്ടു ഏതെങ്കിലും ഒരു മരത്തിൽ ഇങ്ങോട്ട് അല്ലാഹു അയച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടോ? പക്ഷേ ആദരവായ നബി തങ്ങൾക്കുള്ള കറച്ചൽ ഒന്ന് നിർത്താൻ വേണ്ടി ജിബ്രീലിനെ പറഞ്ഞയച്ചു. അല്ലാഹു